നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ നയിക്കുന്ന മന്ത്രിസഭ കാലാവധി തികയ്ക്കുമോ എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കുന്നത്. ഇതിനകത്ത് 18/5/2026 രാവിലെ 10 AM സത്യപ്രതിജ്ഞ ചെയ്യപ്പെട്ടു ഈ മന്ത്രിസഭ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രഹനില എടുത്തിട്ട് നോക്കിയാണ് ഇത് സംഭവം ക്ലിക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ശ്രീ വി.ഡി. സതീശൻ്റെ ഇനിയുള്ള 5 വർഷത്തെ ജാതകവും ഇതിനകത്ത് പരിശോധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം ഞാൻ ശ്രീ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുന്ന ജ്യോതിഷ പ്രവചനത്തിലൂടെ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിൽ ഇന്ന നിയോജക മണ്ഡലത്തിൽ ഇന്ന സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് ഒരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് പ്രവചിക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങളൊക്കെ കൊണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ സംഭവം ഭൂരിപക്ഷവും ഞാൻ പ്രവചിച്ചതെല്ലാം ശരിയായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ആരാകും എന്നുള്ളത് 100% വിജയകരമായി എനിക്ക് പ്രവചിക്കാൻ കഴിഞ്ഞു. 100% ശരിയായിരുന്നു. ശ്രീ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മറ്റ് 4 രാഷ്ട്രീയ നേതാക്കളെ അവരുടെ ജാതകം നോക്കിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അവരെക്കാൾ ഒരു 10% കൂടുതൽ സാധ്യത ശ്രീ വി.ഡി. സതീശനാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. എനിക്കത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ശ്രീ വി.ഡി. സതീശൻ്റെ ഒരു ജാതകത്തിൻ്റെ മേന്മ കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ മേന്മ ഇവിടെ ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി. ആ ഒരു ട്രെൻഡ് ഇനി 5 വർഷമാണ് നിലനിൽക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ലോകത്തിലെ മുഴുവൻ പേർക്കും വേണ്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നായകനെ കിട്ടണം, ഒരു ഹീറോയെ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ താൽക്കാലികമായിട്ടാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ശ്രീ വി.ഡി. സതീശൻ നല്ലൊരു ഇമേജാണ് സൃഷ്ടിച്ചേക്കുന്നത് ഇതുവരെ. ഇനി അത് തുടർന്ന് അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മന്ത്രിസഭയുടെ ഒരു ജാതകം നോക്കാം. ഇടയ്ക്ക് വെച്ച് സ്വിച്ച് ചെയ്ത ശ്രീ വി.ഡി. സതീശൻ്റെ ജാതകം നോക്കി, അങ്ങനെ രണ്ടും തമ്മിൽ എങ്ങനെ ഇത് 5 വർഷം തികയ്ക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ശ്രീ വി.ഡി. സതീശൻ്റെ മന്ത്രിസഭ 18/5/2026 10 AM സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ലഗ്നം വന്നിരിക്കുന്ന മിഥുന ലഗ്നമാണ്. ഓക്കെ, മിഥുന ലഗ്നത്തിന് പ്രത്യേകിച്ച് ഈ ജൂൺ 2 മുതൽ ഏകദേശം 1 വർഷത്തേക്ക് നല്ല കാലം തന്നെയാണ്. ഞാനത് വീഡിയോ ചെയ്തിരുന്നു. മിഥുനം രാശിക്കും മിഥുനം ലഗ്നത്തിനും അടിപൊളി സമയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, ഏകദേശം ഒരു 12 മാസം നമുക്ക് രാശിഫലത്തിൽ, ദിനഫലത്തിൽ മിഥുന ലഗ്നക്കാർക്കും മിഥുന രാശിക്കും അനുകൂലമായ സമയമാണ് 1 വർഷം. അതിന് ശേഷമുള്ളത് പിന്നെ പറയാം. ഓക്കെ, ആ രാശിഫലം. ഓക്കെ, അതേസമയം ഇടവം രാശിയാണ് ഇത്. ഈ മന്ത്രിസഭയുടെ രോഹിണി നക്ഷത്രമാണ്, ഇടവൻ രാശിയാണ് വരുന്നത്. ഓക്കെ, ചന്ദ്രനവിടെ ഉച്ചരാശിയിൽ വരുന്നു. ഓക്കെ, പിന്നെ ഇടവൻ രാശിയുടെ ഫലം ഇപ്പോൾ അത്ര വലിയ മെച്ചമൊന്നുമല്ല. പക്ഷേ അത് കാര്യങ്ങളൊക്കെ മാറി മറിയും. കാര്യം ദിനഫലം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ
ഓരോ മണിക്കൂറിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അത് 5 വർഷത്തെ ഒരുമിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പോകാൻ പ്രായോഗികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. കാര്യം ഈ 5 വർഷത്തെയും ഇത് ഓരോ ദിവസത്തെയും നോക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ടൈം എടുക്കും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. എങ്കിലും പൊതുവിൽ ഇപ്പോൾ രാശിഫലത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലഗ്നഫലവും ഈ രാശിഫലവും ആണ് നമുക്ക് അനുകൂലമായിട്ട് കണക്കാക്കാം. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് താൽക്കാലികമായിട്ട് പറയാം. ഇത് മന്ത്രിസഭയുടെ കാര്യമാണ്. അതേസമയം നമ്മുടെ വി.ഡി. സതീശൻ്റെ ജാതകത്തിലോട്ടൊന്ന് മാറി നോക്കാം. ഈ എന്താ പറയുക, നമ്മുടെ രാശിഫലം അഥവാ ദിനഫലം, ലഗ്നഫലം, അതൊക്കെ ഒന്ന് നോക്കാം. തുലാം ലഗ്നമാണ് ശ്രീ വി.ഡി. സതീശൻ. മകര രാശിയുമാണ്. ഓക്കെ, രണ്ടും മെച്ചപ്പെട്ട സമയങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് ആദ്യത്തെ ഒരു വർഷത്തെ രാശിഫലം അഥവാ ദിനഫലം നമുക്ക് ഓക്കെ പറഞ്ഞു വിടാം. മന്ത്രിസഭയുടെ മിഥുന ലഗ്നമാണ്. ഇദ്ദേഹം മകരരാശിയുമാണ്, മകര ലഗ്നവുമാണ്. അതൊക്കെ മെച്ചപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. തൽക്കാലം ഒരു വർഷത്തെ രാശിഫലം ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ. ഇനി പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് ഗ്രഹനിലയാണ്. ഓക്കെ, വി.ഡി. സതീശൻ്റെ ഗ്രഹനില ഞാൻ മറ്റൊരു വീഡിയോയിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞ ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരുന്നു. എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്നൊന്നര ജാതകമാണ്. ഒന്നൊന്നര ജാതകമാണ്. ഇത് പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ യോഗങ്ങളുടെ ഒരു കശയാണ് ഇതിനകത്ത്. അതും അതിശക്തമായ യോഗങ്ങളുടെ ശശമഹായോഗം. ശനി കുംഭൻ രാശിയിൽ സ്വക്ഷേത്രപരമായിട്ട് തന്നെ നിൽക്കുന്നു. 5ാം ഭാവത്തിലാണ് ലഗ്നത്തിൽ നിന്ന്. ഓക്കെ, മതി. അത് മാത്രം തന്നെ മതി മുമ്പോട്ട് പോകാൻ. നോക്കട്ടെ, ഇനി അങ്ങോട്ട് പടിപടിയായിട്ട് ഓരോ ഭാഗങ്ങളിലോട്ട് വരുമ്പോൾ പ്രശ്നം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. പിന്നെ ചൊവ്വ, ശനിയും ചൊവ്വയാണ് ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനം. മേടം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത്. രുചക യോഗമുണ്ട്. പിന്നെ വ്യാഴത്തിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 7ാം ഭാവത്തിലാണ് വ്യാഴം, അനുകൂലമാണ്. ചന്ദ്രനിൽ നിന്ന് 4ാം ഭാവത്തിൽ വ്യാഴം, അപ്പോൾ ഗജകേസരി യോഗം. സൂര്യന് സപ്പോർട്ടുണ്ട്, ഉഭയചാര യോഗം. ഓക്കെ, ഒന്നൊന്നര ജാതകമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വി.ഡി. സതീശൻ്റെ ഗ്രഹനില നമുക്ക് പാസ്സാക്കി വിടാം. ഓക്കെ, അപ്പോൾ ഞാൻ മന്ത്രിസഭയുടെ രാശിഫലം അഥവാ ദിനഫലം നോക്കിയിട്ട് ഓക്കെ പറഞ്ഞു. വി.ഡി. സതീശൻ്റെ രാശിഫലവും ദിനഫലവും നമ്മൾ ഓക്കെ പറഞ്ഞു. ഗ്രഹനില, വി.ഡി. സതീശൻ്റെ ഗ്രഹനിലയും യോഗങ്ങളും പറഞ്ഞു. അതൊക്കെ പാസ്സാക്കി വിട്ടു. ഓക്കെ, നമുക്ക് ഇനിയുണ്ട് കാര്യങ്ങൾ. പ്രധാനപ്പെട്ടതൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. കാര്യം മഹാദശയും അന്തർദശയൊക്കെ കിടപ്പുണ്ട്. അവിടെയൊക്കെ എവിടെയൊക്കെ ചെന്ന് നമ്മുടെ KSRTC ബസ് ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്ന പോലെ നിൽക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മന്ത്രിസഭയുടെ ഗ്രഹനിലയൊന്ന് നോക്കാം. ഇവിടെ ഗ്രഹനിലയിൽ ചൊവ്വ നിൽക്കുന്നത് നമ്മുടെ വി.ഡി. സതീശൻ്റെ അതേപോലെ തന്നെ മേടം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് ചൊവ്വ. ഓക്കെ, അപ്പോൾ ശനി നിൽക്കുന്നതോ? ശനി നിൽക്കുന്നത് കർമ്മഭാവത്തിലാണ്. എങ്കിലും അത്
കണ്ട അത് അത്ര സുഖകരമായിട്ടുള്ള സാധനമല്ല. എന്നാൽ തന്നെയും അവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അത് മാത്രമല്ല, കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു മന്ത്രിസഭയായിരിക്കും എന്നുള്ള സൂചനയാണ് കർമ്മഭാവത്തിൽ ശനി വന്നതുകൊണ്ട്. അത് മാത്രമല്ല, ശനി നിൽക്കുന്നത് മീനം രാശിയിൽ, അതായത് ശുക്രൻ്റെ ഉച്ചരാശിയിലാണ്, അതായത് മിത്രരാശിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ശനിയും ചൊവ്വയും രണ്ടിടത്തും വി.ഡി. സതീശൻ്റെ ഗ്രഹനിലയിലും നമ്മുടെ മന്ത്രിസഭയുടെ ജാതകത്തിലും ചൊവ്വയും ശനിയും പാസ്സാക്കി വിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് സൂര്യനാണ്. സൂര്യനും ചന്ദ്രനും എവിടെ നിൽക്കുന്നത്? സൂര്യനും ചന്ദ്രനും ഇവിടെ ലഗ്നത്തിൽ നിന്ന് 12ാം ഭാവത്തിലാണ്, നഷ്ടസ്ഥാനത്താണ്, പ്രശ്നമാണ്. പക്ഷേ രണ്ടിനും സപ്പോർട്ടുണ്ട്. സൂര്യന് ഉഭയചരയോഗവും ചന്ദ്രന് ധുരുധുരായോഗവും ഉണ്ട്. അപ്പോൾ ശക്തമാണ്. അത് മാത്രമല്ല, ചന്ദ്രൻ ഇവിടെ ഉച്ചരാശിയിലുമാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ട് ശുഭങ്ങളാണ്. പിന്നെ ഇവിടെ സർപ്പം അഥവാ ശിഖി, ക്ഷമിക്കണം, സർപ്പം അഥവാ രാഹു നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ കേതു നിൽക്കുന്നത് 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട്. അപ്പോൾ സംഭവം ലഗ്നത്തിൽ ശുക്രനും. ഓക്കെ, അപ്പോൾ ഇത് ഗ്രഹനില നമുക്ക് പാസ്സാക്കി വിടേണ്ടി വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, ദരിദ്രയോഗമുണ്ട്. മന്ത്രിസഭയുടെ ജാതകത്തിന് ദരിദ്രയോഗമുണ്ട്. അത് പിന്നെ പുതുതായിട്ടുള്ള കാര്യമൊന്നുമല്ല, പുതുമയുള്ള കാര്യമൊന്നുമില്ല. നമ്മുടെ കേരളം ഉണ്ടായ കാലം മുതൽ തന്നെ സർക്കാർ എപ്പോഴും ദാരിദ്ര്യത്തിലാണ്. അത് മാറണമെങ്കിൽ കറൻസി രഹിത വ്യവസ്ഥ വരേണ്ടി വരും. അതിന് ജീസസ് സാംബശിവൻ മുമ്പിലോട്ട് വെച്ച കറൻസി രഹിത വ്യവസ്ഥ ചിന്തിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ 5 വർഷം തികയ്ക്കേണ്ട, അതിന് മുമ്പ് തന്നെ 100 ദിവസം കൊണ്ട് കേരളം സ്വർഗതുല്യമാക്കാം കറൻസി രഹിത വ്യവസ്ഥ നടപ്പിലാക്കിയാൽ. കറൻസി രഹിത വ്യവസ്ഥ അഥവാ കറൻസി ഫ്രീ സിസ്റ്റം, അത് അറിയാൻ വേണ്ടി നിങ്ങൾ കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതാണ്. കേട്ടു നോക്കുക. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 100 ദിവസം കൊണ്ട് കടങ്ങൾ തീർക്കാം. അത് 1 സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്നാണ് അതിനകത്ത് പറയുന്നത്. 100 ദിവസം കൊണ്ട് സമ്പൽ സമൃദ്ധമാക്കാം കേരളം എന്നാണ് കറൻസി രഹിത വ്യവസ്ഥയിലൂടെ ഞാൻ ജീസസ് സാംബശിവൻ പറയുന്നത്. പറ്റുമെങ്കിൽ താല്പര്യമുള്ളവർ ആ വീഡിയോസ് കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ ദരിദ്രയോഗമുണ്ട്. ഇതിന് അതൊരു പുതുമയുള്ള കാര്യമല്ലാത്തതുകൊണ്ട് ഞാനത് വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മഹാദശയും അന്തർദശയും നോക്കാം. ആദ്യം നമുക്ക് വി.ഡി. സതീശൻ്റെ മഹാദശയും അന്തർദശയും അടുത്ത 5 കൊല്ലത്തേക്ക് 5 വർഷത്തേക്ക് നോക്കാം, അപഹാരങ്ങൾ ഉൾപ്പെടെ. ഓക്കെ, ശനിയുടെ മഹാദശയാണ്. 2031 മെയ് 18 വരെ ഉള്ളൂ ഇതിൻ്റെ ആയുസ്. ഓക്കെ, 5 വർഷം. അപ്പോൾ ആ 5 വർഷവും നമ്മുടെ വി.ഡി. സതീശന് ശനിയുടെ മഹാദശയാണ്. ശനി എവിടെയാണ് നിൽക്കുന്നത്? സ്വക്ഷേത്ര ബലവാനായിട്ട് കുംഭൻ രാശിയിൽ, അതും ലഗ്നത്തിൽ നിന്ന് 5ാം ഭാവത്തിൽ വി.ഡി. സതീശൻ്റെ ഗ്രഹനിലയിൽ. അപ്പോൾ മഹാദശ പാസ്സാക്കിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അന്തർദശയൊന്ന് നോക്കാം. അവിടെ വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കാം. ചൊവ്വയുടെ അപഹാരമാണ് 2027 ജൂൺ 1 വരെ. ചൊവ്വ നിൽക്കുന്നത് ശനിയിൽ നിന്ന് ചൊവ്വയിൽ 3ാം ഭാവത്തിലാണ്, അനുകൂലമാണ്. അത് മാത്രമല്ല, ഗ്രഹനിലയിൽ വി.ഡി. സതീശൻ്റെ ഗ്രഹനിലയിൽ ചൊവ്വ നിൽക്കുന്നത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ്, മേടം രാശിയിലാണ്, രുചകയോഗം പാസ്. ഓക്കെ, അതിനുശേഷം ശനി മഹാദശയിൽ രാഹുവിൻ്റെ അപഹാരം വരികയാണ്.
ഓക്കെ. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ശനിയും ചൊവ്വയും ശത്രുക്കളാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് അത്യാവശ്യം ശത്രുദോഷം ഉണ്ടാവാം, അതൊരു സൂചനയാണ്. ഓക്കെ. എന്നാൽ തന്നെയും മൂന്നാം ഭാവത്തിൽ, ശനിയുടെ മൂന്നാം ഭാവത്തിൽ ചൊവ്വ സ്വക്ഷേത്രപരമായിട്ട് രുചകയോഗത്തോട് കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്കത് പാസ്സാക്കി വിടാം. പിന്നെ അതിനുശേഷം രാഹുവിൻ്റെ അപഹാരമാണ് വരുന്നത്. ശനിയിൽ നിന്ന് 5-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. അനുകൂലമായിട്ട് കണക്കാക്കാം. അത് 2030 വരെയുണ്ട്. ഇതിനിടയിൽ നമ്മുടെ അമിത്ഷായോ യോഗി ആദിത്യനാഥോ ഒക്കെ കയറി എന്തെങ്കിലും പണി ഒപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ അത് മറികടക്കാൻ നമ്മുടെ വി.ഡി. സതീശന് കഴിഞ്ഞെന്ന് വരാം. കാരണം അതിശക്തമായ 1.5, അതായത് പിണറായിയെയും നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ പിന്തള്ളുന്ന ജാതകമാണ് വി.ഡി. സതീശൻ്റെ. അതുകൊണ്ട് സംഭവം ഇത് 2030 ഏപ്രിൽ 7-ാം തീയതി വരെ അനുകൂലമായിട്ടുള്ള ആണ് ഇതുവരെ കണ്ടത്. അവസാന കാലഘട്ടം, അതായത് 2030 ഏപ്രിൽ 7 വരെ രാഹുവിൻ്റെ അപഹാരം. പക്ഷെ അത് അനുകൂലമായിട്ട് ഞാൻ കണക്കാക്കുന്നു. 2031 മെയ് 28 വരെ നോക്കുമ്പോൾ ശനി മഹാദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ് വി.ഡി. സതീശന്. അത് കൃത്യമായിട്ട് ടൈം പറയുകയാണെങ്കിൽ 2032 ഒക്ടോബർ 18 വരെയുണ്ട്. ഈ ശനി മഹാദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഗതി ശ്രീകുമാറിൻ്റെ ഒരു കോമഡി സോങ്ങുണ്ട്, ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം എന്നൊരു സംഭവമുണ്ട്. അതാണ് ഇവിടെ കടന്ന് കളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് 5 വർഷം തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി നമ്മുടെ മന്ത്രിസഭയുടെ മഹാദശ അന്തർദശ നോക്കണം, അത് അവിടെ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ. സംഭവം ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് 5 വർഷം തികയ്ക്കാനുള്ള ഒരു സാധ്യത വി.ഡി. സതീശൻ്റെ ജാതക പ്രകാരം കാണുന്നു. അതുമാത്രമല്ല, അതിനുശേഷം തുടർ ഭരണം ഉണ്ടാവാനും സാധ്യത കാണുന്നു. കാരണം 2031 മെയ് 18 മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞിട്ടും ശ്രീ വി.ഡി. സതീശൻ്റെ ശനി മഹാദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം തുടരുകയാണ് 2032 ഒക്ടോബർ 18 വരെ. അതിനുശേഷം അദ്ദേഹത്തിന് ശനി മഹാദശയിൽ കഴിഞ്ഞിട്ട് ബുധൻ്റെ മഹാദശ വരും. അതിവിടെ അത്ര വലിയ സുഖകരമായിട്ടുള്ള രീതിയിലല്ല നിൽക്കുന്നത്. അത് പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞ് തുടർ ഭരണം കിട്ടാനുള്ള സാധ്യതയും ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ഓക്കെ. എനിക്ക് എന്തായാലും ചീത്തവിളി ഉറപ്പാണ്. BJP-ക്കാർ, CPM-കാർ എല്ലാവരും എന്നെ ചീത്ത വിളിച്ചോളൂ. പക്ഷേ ഈ പറഞ്ഞതൊക്കെ ഞാൻ ജ്യോതിഷം മാത്രമാണ് പറയുന്നത്, അല്ല എൻ്റെ ആഗ്രഹമല്ല പറയുന്നത്. ഞാൻ UDF-കാരനോ അല്ല, LDF-കാരനോ അല്ല, BJP-കാരനോ അല്ല, ആരുമല്ല. ഞാൻ ഒരു പാവം പിടിച്ച ജ്യോതിഷിയാണ്. സാധാരണ ജ്യോതിഷം നോക്കുന്ന ജ്യോത്സ്യന്മാർക്ക് പണ്ടത്തെ വലിയ തറവാടുകളിൽ അടി കിട്ടിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് ആരും അവക്കിട്ട് തല്ലാനൊന്നും വരരുത്. ചീത്ത വിളിച്ചാൽ കുഴപ്പമില്ല, നമ്മൾ അത് പതുക്കെ അതിന് മറുപടി പോലും പറയാതെ അത് ഡിലീറ്റ് ചെയ്യുകയാണ് എൻ്റെ പതിവ്. പിന്നെ ചില സമയത്ത് ഡിലീറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നത്, കാര്യം അത്രത്തോളം ചീത്ത വരും. എന്നാൽ തന്നെയും സംഭവം ഇവിടെ നമ്മൾ ജ്യോതിഷത്തിൽ സത്യമേ മാത്രമേ പറഞ്ഞുള്ളൂ. പഴയ തറവാടി കാരണവന്മാരാണെങ്കിൽ എന്നെ തല്ലാൻ വരരുത്. ഓക്കെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടെസ്റ്റ് ഏകദേശം 90% നമുക്ക് അനുകൂലമായിട്ട് വരികയാണ്. ഇനി ബാക്കി കിടക്കുന്നത് മന്ത്രിസഭയുടെ മഹാദശ, അന്തർദശ ഒക്കെയാണ്. ഓക്കെ.
ശ്രീ വി ഡി സതീശൻ്റെ മന്ത്രിസഭ രോഹിണി നക്ഷത്ര ഉള്ള മന്ത്രിസഭയ്ക്ക് തുടക്കത്തിൽ ചന്ദ്രൻ്റെ മഹാദശയാണ്. ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത്? ചന്ദ്രൻ ഇവിടെ ഉച്ചരാശിയിലാണ്, പക്ഷേ 12ാം ഭാവത്തിലാണ്. പക്ഷേ അതിന് തുരുതുരാ യോഗമുണ്ട് ചന്ദ്രന്. അപ്പോൾ തുരുതുരാ യോഗം ഉള്ള ചന്ദ്രൻ്റെ മഹാദശയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പൊന്ന് കടന്നു കിട്ടി, വലിയ കുഴപ്പമില്ലാതെ തട്ടിപ്പോ. അത് 2027 ഫെബ്രുവരി 8 വരെയുണ്ട്. ഓക്കെ, അതിൽ തന്നെ ചന്ദ്രൻ്റെ മഹാദശയിൽ ഇപ്പോൾ ശുക്രൻ്റെ അപഹാരമാണ്. ശുക്രൻ ചന്ദ്രനിൽ നിന്ന് 2ാം ഭാവത്തിലാണ്, അനുകൂലമാണ്. അത് പക്ഷേ 2026 ഓഗസ്റ്റ് 9 വരെയുള്ളൂ. അത് പക്ഷേ പാസ്സാക്കി വിടുന്നു നമ്മൾ. ഓക്കെ, പാസ്സാക്കി വിടുന്നു. അതിനുശേഷം ചന്ദ്രമഹാദശയിൽ സൂര്യൻ്റെ അപഹാരമാണ്. 2027 ഫെബ്രുവരി 8 വരെ ചന്ദ്രനിൽ നിന്ന് സൂര്യൻ എങ്ങുമല്ല, കൂടാണ് നിൽക്കുന്നത്. അത്ര സുഖകരമല്ല. എങ്കിലും സൂര്യൻ്റെ ഇവിടുത്തെ 12ാം ഭാവത്തിലാണ് സൂര്യനും. പക്ഷേ ഉഭയചര യോഗമുണ്ട് സൂര്യന്. ഓക്കെ, അപ്പോൾ അവിടെ ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് അത്ര സുഖകരമായിട്ടുള്ള സമയമല്ല. അതായത് 2026 ഓഗസ്റ്റ് 9 തൊട്ട് 2027 ഫെബ്രുവരി 8 വരെ എമ്മിണി പ്രശ്നം വരും എന്ന് പറയുമ്പോൾ ഒരു 4-ഉം 2-ഉം 1 5 മാസം ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമിത്ഷാ വല്ല ഗ്രൂപ്പിനെ അടിച്ച് മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീർത്ത് പറയാൻ ഒക്കത്തില്ല. എങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷേ സൂര്യൻ ഇവിടെ ഉഭയചരയോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത്, 12ാം ഭാവത്തിലാണെങ്കിലും. ഓക്കെ, അപ്പോൾ അത് അല്പം പ്രശ്നം ഉണ്ടാക്കാം. ഓക്കെ, പക്ഷേ നമ്മുടെ വി ഡി സതീശന് നല്ല കാലമാണ്. അതുകൊണ്ട് മന്ത്രിസഭ ആ പരീക്ഷണങ്ങളെയും കടന്നു കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ദരിദ്രയോഗമുണ്ട്. ഓക്കെ, അപ്പോൾ 2026 ഓഗസ്റ്റ് 9-നും 2027 ഫെബ്രുവരി 8-നും ഇടയിൽ ഏകദേശം ഒരു 5-5.5 മാസം പല പരീക്ഷണ ഘട്ടങ്ങൾ വേണ്ടിവരും. പക്ഷേ വി ഡി സതീശൻ്റെ ആ അതിശക്തമായ ജാതകത്തിൻ്റെ ഒരു പിൻബലമുണ്ട്, അതോർക്കുക. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാൽ തന്നെ, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ. ഓക്കെ, കാര്യം ഇവിടെ വി ഡി സതീശൻ കോൺഗ്രസ്സുകാരനാണ് ഭരിക്കുന്നതെങ്കിലും മേളിൽ ഭരിക്കുന്നത് BJP-ക്കാരാണ്. എന്തെങ്കിലും പാര പണിയുമോ എന്നൊക്കെയുള്ള അറിയാൻ ഒക്കത്തില്ല. സാമ്പത്തികമായി നമ്മുടെ പിണറായി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പലതരത്തിലുള്ള സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ചൂരൽ വടിയൊക്കെ എടുത്ത് പണിഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ. പിന്നെ അതിനുശേഷം ചൊവ്വയുടെ മഹാദശ തുടങ്ങും. അതായത് 2027 ഫെബ്രുവരി 8 തൊട്ട് ചൊവ്വയുടെ മഹാദശ തുടങ്ങും. അത് മന്ത്രിസഭയുടെ കാലാവധി വരെ കാണും. ആ ചൊവ്വ എവിടെ നിൽക്കുന്നു? 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് രുചകയോഗത്തോടു കൂടിയാണ് ആ ചൊവ്വ നിൽക്കുന്നത്. ഒരു രക്ഷയില്ല. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2026 ഓഗസ്റ്റ് 9-നും 2027 ഫെബ്രുവരി 8-നും ഇടയിലുള്ള ആ 5-5.5 മാസം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നമ്മുടെ വി ഡി സതീശൻ്റെ ആ അതിശക്തമായ ജാതകത്തിൻ്റെ ഒരു പിൻബലത്തിൽ അത് മറികടക്കാനും സാധ്യതയുണ്ട്. എങ്കിലും ദരിദ്രയോഗം നിലനിൽക്കുന്ന ഒരു മന്ത്രിസഭയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവാം.
പിന്നെ അല്ലെങ്കിൽ നമ്മുടെ അമിത്ഷായുടെ പരിപാടി വല്ലോ എന്തെങ്കിലുമൊക്കെ നടക്കാം. പക്ഷേ അതൊക്കെ മറികടക്കാനുള്ള സാധ്യതയെ ഞാൻ കാണുന്നു. കാര്യം ഈ വി ഡി സതീശൻ്റെ ജാതകം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ജാതകം. നമുക്കൊന്നും ആർക്കും കയറി പണിയാൻ അങ്ങനെ ഈസി ആയിട്ടൊന്നും കയറി പണിയാൻ നോക്കത്തില്ല. അപ്പോൾ ആ കാലഘട്ടം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു. അത് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണുന്നത് ആദ്യ കാലഘട്ടത്തിൽ ചൊവ്വയുടെ മഹാദശയിൽ ചൊവ്വയുടെ തന്നെ അപഹാരമാണ്. അതത്ര നല്ലതായിരിക്കത്തില്ല. ചൊവ്വ മഹാദശയിൽ സ്വാപഹാരം, ചൊവ്വയുടെ അപഹാരം, അത് ഏകദേശം 5 മാസമുണ്ട്, 2027 ജൂലൈ 7 വരെ. പക്ഷെ അതിനുശേഷം രാഹുവിൻ്റെ അപഹാരമാണ്. ചൊവ്വ മഹാദശയിൽ രാഹുവിൻ്റെ അപഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചൊവ്വ ദശയിൽ രാഹുവിൻ്റെ അപഹാരമൊക്കെ അടങ്ങുമ്പോൾ എനിക്ക് കൈ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ദാ ഇവിടെ ചൊവ്വയിൽ നിന്ന് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. അതും ലഗ്നത്തിൽ നിന്ന് 9ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു. ഒരു രക്ഷയില്ല, അതും കടന്നു കിട്ടും. അത് 2028 ജൂലൈ 25 വരെ. അതിനുശേഷം ചൊവ്വാദശയിൽ വ്യാഴത്തിൻ്റെ ഭാരമാണ്. ചൊവ്വയിൽ നിന്ന് വ്യാഴം നിൽക്കുന്നത് 3ാം ഭാവത്തിലാണ്. അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കും. അതേസമയം നമ്മുടെ വി ഡി സതീശൻ്റെ ഏകദേശം 5 വർഷത്തെ ജാതക ഫലം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഒരു രക്ഷയില്ല, അവിടെ അങ്ങോട്ട് അടുപ്പിക്കില്ല, ഒരു രക്ഷയില്ല. കാര്യങ്ങളെല്ലാം മാറി മറിയാണ്. പിന്നെ നമുക്ക് അത് 2029 ജൂൺ 30 വരെയുണ്ട് വ്യാഴത്തിൻ്റെ ഭാരം. അതും കടന്നു കിട്ടാനാണ് സാധ്യത. പിന്നെ ചൊവ്വയിൽ നിന്ന് 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ അപഹാരം വരുന്നു. ഓക്കെ, അതൊരു പണിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചൊവ്വയും ശനിയും ശത്രുക്കളാണ്. അതിൻ്റെ കൂടെ ചൊവ്വയിൽ നിന്ന് 12ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. പണിയാണ്. പക്ഷേ അവിടെയും വി ഡി സതീശൻ്റെ ആ ജാതകത്തിൻ്റെ ഒരു പവർ കളിച്ചേക്കാം. അതും ചിലപ്പോൾ കടന്നു കിട്ടിയെന്ന് വരാം. എങ്കിലും അതിൻ്റെ കാലഘട്ടമൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ യൂട്യൂബിൽ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മന്ത്രിസഭയ്ക്ക് വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ വരും, അതൊക്കെ വരും. പക്ഷെ അത് മറികടക്കുന്ന സംഭവമാണ് ഈ വി ഡി സതീശൻ്റെ ജാതകം എന്ന് പറയുന്നത്. അത് 1.5 ജാതകമാണ്. അവിടെ കയറി ആർക്കും കളിക്കാനും നോക്കത്തില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. 2029 ജൂൺ 30-നും 2030 ഓഗസ്റ്റ് 9-നും ഇടയ്ക്ക് ചൊവ്വയിൽ നിന്ന് 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ അപഹാരമാണ്. അപ്പോൾ അത് ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കാം. പക്ഷേ അത് മറികടക്കാൻ പറ്റുമെന്നാണ് വി ഡി സതീശൻ്റെ ജാതകം പറയുന്നത്. അപ്പോൾ ഇത് സേവ് ചെയ്ത് വെക്കുക. ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് ഓർമ്മ വന്നെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്നിട്ട് കാണുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം 2031 ഓഗസ്റ്റ് 6 വരെ ബുധൻ്റെ അപഹാരമാണ് ചൊവ്വാദശയിൽ. ചൊവ്വയിൽ നിന്ന് 2ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ വി ഡി സതീശൻ്റെ ജാതകം മഹാദശ അന്തർദശയൊക്കെ അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു റെഡി വീഴും. അതിന് ശേഷമുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. എന്തായാലും വി ഡി സതീശൻ്റെ അടുത്ത 5 വർഷം വളരെ മെച്ചപ്പെട്ടതാണ്. പെട്ടെന്നൊന്നും കയറി അവിടെ തകർത്ത് കളയാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. സംഭവം അദ്ദേഹം സുരക്ഷിതനാണ്. മന്ത്രിസഭയുടെ ജാതകത്തിൻ്റെ ഒരു
മഹാദശി അന്തർദശയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് അവിടെ ഇവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവിൽ ഇത് സംഭവം 5 വർഷം തികയ്ക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. പൊതുവിൽ നമ്മുടെ ഇന്നസെൻ്റ് പറയുന്ന പോലെ പൊതുവിൽ പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ സംഭവം അങ്ങ് പോവും. കാരണം എല്ലാത്തിനും ഗ്യാരണ്ടി വി ഡി സതീശൻ്റെ ജാതകമാണ്. അതൊരൊന്നൊന്നര ജാതകമാണ്. അതിനെ മറികടക്കാൻ അമിത്ഷായ്ക്ക് കഴിയുമോ? പിന്നെ നമ്മുടെ ദരിദ്രയോഗത്തിന് കഴിയുമോ? സാമ്പത്തിക വിഷയങ്ങൾ ഒക്കെ വരും, അതെല്ലാം വരും. അതെല്ലാം കവർ ചെയ്യാൻ വി ഡി സതീശന് കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെ അടുത്ത 5 വർഷത്തെ ഫലം പറയുന്നത്. ഒരു രക്ഷയില്ല. പിന്നെ മന്ത്രിസഭ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രമഹാദശയിൽ സൂര്യൻ്റെ ഭാരം പ്രശ്നമുണ്ടാക്കാം. ഒരു 5-5.5 മാസമുണ്ട്. ചൊവ്വ മഹാദശയിൽ ആദ്യത്തെ ഒരു 5 മാസം ഇച്ചിരി പ്രശ്നമുണ്ടാക്കാം. ചൊവ്വയുടെ അപഹാരം, ചൊവ്വ മഹാദശയിൽ തന്നെ ചൊവ്വയുടെ അപഹാരം വരുന്നത് പ്രശ്നമാണ്. രാഹു ഓക്കെ, വ്യാഴം ഓക്കെ. പിന്നെ 2029 ജൂൺ 30 തൊട്ട് 2030 ഓഗസ്റ്റ് 9 വരെ ശനിയുടെ അപഹാരം വരും. അത് മിനി കടുപ്പമാണ്. അത് ഒക്കെ ഇദ്ദേഹം കടന്നു കിട്ടിയെന്ന് വരും. എന്തായാലും ഞാൻ ജ്യോതിഷം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞ അമിത്ഷാ വിചാരിക്കണം എന്തെങ്കിലുമൊക്കെ എൻ്റെ പ്രവചനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളാണല്ലോ നമ്മുടെ കേരള ഗവൺമെൻറ് എന്നും നേരിട്ടിട്ടുള്ളത്. അതിനകത്ത് ഒരു പുതുമയില്ല. അപ്പോൾ സംഭവം എനിക്ക് തോന്നുന്നത് ഇത് 5 വർഷം തികയ്ക്കാനുള്ള സാധ്യതയാണ്. പിന്നെ അമിത്ഷാ ഏതൊക്കെ തരത്തിൽ ഇവിടുത്തെ മന്ത്രിസഭയെ മറിച്ചിടാൻ ശ്രമിക്കുന്നു, അതൊക്കെ എത്രത്തോളം വിജയകരമാവും എന്നൊക്കെയുള്ളത് കണ്ടറിയണം. പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞു, കറൻസി രഹിത വ്യവസ്ഥ. അതൊക്കെ താല്പര്യമുള്ളവരൊക്കെ അതും കാണുക. എന്തായാലും 32 മിനിറ്റായി. ആ 32 മിനിറ്റ് പോയത് ഞാൻ അറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹനിലയൊക്കെ വരച്ചിട്ടിട്ട് ലൈവായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു കട്ടിങ്ങും ഇല്ല, കിട്ടിങ്ങും ഇല്ല, ഒന്നുമില്ല. ക്ലിയറായിട്ട് എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഫലപ്രയോജനത്തിന് കോട്ടം വരാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, മന്ത്രിസഭ നിലനിൽക്കുകയോ നിലനിൽക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അത് എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യും. അത് 102 MLA പിന്തുണയായിട്ടാണ് ഇദ്ദേഹം കയറിയേക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും വലിച്ച് താഴെ ഇടാൻ ഒക്കത്തില്ല. എങ്കിലും ഈ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ തന്നെ അത് വി ഡി സതീശൻ്റെ ജാതകം അതിശക്തമാണ്, ഒരു രക്ഷയില്ല. അത് കടന്നു കിട്ടുകയാണെന്നാണ് പ്രധാനമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അത് സംഭവം ഈ പറഞ്ഞ ജനങ്ങൾ കഷ്ടപ്പെടാൻ പാടില്ല. അത് സാമ്പത്തിക പ്രശ്നമായാലും പിന്നെ ഈ പ്രകൃതിക്ഷോഭങ്ങളായാലും ഒക്കെ ഒരു തരത്തിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ മന്ത്രിസഭ നിലനിൽക്കുകയാണെങ്കിൽ സന്തോഷം. ഓക്കെ, അല്ലാതെ വെറുതെ അങ്ങ് ഒരു 5 വർഷം തികയ്ക്കുന്നതിലല്ല അർത്ഥം. മറിച്ച് ജനങ്ങളുടെ കയ്യടി നേടി അടുത്ത തവണയും അതിന് ഉള്ള സാധ്യത ഞാൻ പറഞ്ഞു. വി ഡി സതീശൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പ്, അതായത് 2031 തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യതയും തുടർഭരണം കിട്ടാനുള്ള സാധ്യതയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ തുടർഭരണം കിട്ടുന്ന തരത്തിൽ ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഭരണം ഉണ്ടാവണം. അതിന് അദ്ദേഹത്തിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളത്
എന്തായാലും കാത്തിരുന്ന് കാണാം. പക്ഷേ ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ ആവർത്തിക്കുന്നത്, ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരരുത്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.